ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കടലും നിലാവും. അപ്പം ഈ ഒരു വീഡിയോ കുറച്ച് ദിവസം മുന്നേ ചെയ്യേണ്ട ഒരു വീഡിയോ ആണ്. ഞാൻ തിരക്കിലായിരുന്നു, ഞാൻ ട്രാവലിങ്ങിലായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഒന്ന് ആറിത്തണുത്തിട്ട് ചെയ്യാം. ആ സമയത്ത് തന്നെ ചെയ്തിട്ട് റീച്ച് ഉണ്ടാക്കാമെന്ന് ഇനി ആൾക്കാർ പറയണ്ട, എല്ലാം ഒന്ന് ആറിത്തണുത്ത് സമാധാനമായിട്ട് ചെയ്യാം എന്നോർത്തു. അപ്പം ആ വീഡിയോ ചെയ്തിട്ട് വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കാം, ഡിസേബിൾഡ് ആൾക്കാരുടെ കണ്ടന്റ് ആക്കിയിട്ട് ബോഡി ഷേമിംഗ് ഉള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പം ആ 2 ഇൻഫ്ലുവൻസേഴ്സ് ചെയ്ത വീഡിയോക്ക് റിയാക്ട് ചെയ്ത വീഡിയോ ആണ് നമ്മളുടെ ലാസ്റ്റ് വീഡിയോ. അപ്പം അതിൽ പലതരത്തിലുള്ള കമൻസുകൾ വന്നു. ഓരോ ആൾക്കാർ അവരുടെ കാഴ്ചപ്പാടും അവരുടെ മെൻറ്റാലിറ്റിയും അവരുടെ അവസ്ഥകളൊക്കെ വെച്ചിട്ട് റിയാക്ട് ചെയ്തു, കമൻറ്റ് ചെയ്തു. അപ്പം എനിക്കതെല്ലാം മനസ്സിലാവും. ഓരോ ആൾക്കാർ അവരവരുടെ സിറ്റുവേഷൻസിൽ നിന്നിട്ട് സംസാരിക്കുള്ളൂ. അപ്പം അതിലൊന്നും നമുക്കൊരു പ്രശ്നവുമില്ല. ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ കാണിക്കുന്നു മാത്രം. അപ്പം അതിൽ മെയിനായിട്ട് വന്നിട്ടുള്ള കുറേ ആരോപണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് നമ്മൾ അവരെ ടാർഗറ്റ് ചെയ്ത് റീച്ച് ഉണ്ടാക്കി എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഒരു ആരോപണം. അപ്പോൾ അതിലെനിക്ക് പറയാനുള്ളത്, ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സിന് എനിക്ക് മുന്നേ പരിചയമില്ല. ഞാൻ ഇങ്ങനെയുള്ള കണ്ടൻറ്റുകൾ ഫോളോ ചെയ്യാറില്ല. എനിക്ക് ക്വാളിറ്റി ഉണ്ട് എന്ന് തോന്നുന്നത്, എനിക്ക് ഗ്രോ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇവരുടെ അക്കൗണ്ട് എന്ന് തോന്നുന്ന അക്കൗണ്ട് മാത്രമേ ഞാൻ ഫോളോ ചെയ്യുള്ളൂ. ഞാൻ എല്ലാവരും ഒന്നും ഫോളോ ചെയ്യാറേ ഇല്ല. പിന്നെ ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഒരാളെ ഫോളോ ചെയ്യുന്നത് എങ്കിൽ അതിൽ പോലും ക്വാളിറ്റി നോക്കിയിട്ട് ഞാൻ അക്കൗണ്ട് ചൂസ് ചെയ്യാറുള്ളൂ. ഇനി അഥവാ എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കണ്ടൻറ്റ് ആരെങ്കിലും ചെയ്താൽ ഞാൻ അപ്പോൾ തന്നെ അൺഫോളോ ചെയ്യാറുമുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ അക്കൗണ്ട് മുൻപരിചയമേ ഇല്ല. ഞാൻ ഈ വീഡിയോ കണ്ടു, പിന്നെ ഇവരുടെ പ്രൊഫൈലിൽ പോയി നോക്കിയില്ല. ഈ വീഡിയോ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ഞാൻ റിയാക്ട് ചെയ്തു, പോസ്റ്റ് ചെയ്തു. അപ്പോൾ പോസ്റ്റ് ചെയ്തപ്പം അതിന് താഴെ കുറേ പേര് ഇവരെ മെൻഷൻ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി ഇവരെല്ലാവർക്കും അറിയാലോ എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇവരുടെ ഈ മെൻഷൻ ചെയ്ത കമൻറ്റിലൂടെയാണ് ഞാൻ ഇവരുടെ അക്കൗണ്ടിൽ പിന്നെ കയറുന്നത്. അപ്പോഴാണ് ഇവർ നല്ല റീച്ചുള്ള ക്രിയേറ്റേഴ്സ് ആണെന്നൊക്കെ മനസ്സിലായത്. അതുകൊണ്ട് തന്നെ ഇവരെ മുൻപരിചയം ഉണ്ടായിട്ട് ടാർഗറ്റ് ചെയ്ത് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തൊരു വീഡിയോയേ അല്ലത്. പിന്നെ എന്തുകൊണ്ട് അവർ ഡിലീറ്റ് ചെയ്തു, ഞാൻ എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തിട്ടില്ല എന്ന് ചോദിക്കുന്നവരാണ് മെയിൻ. എനിക്ക് ഇന്നുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന കമൻ്റ് അതാണ്. ഞാൻ ചെയ്യേണ്ടെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഈ ഒരു കമൻറ്റിന് ഞാൻ റിപ്ലൈ പറഞ്ഞില്ലെങ്കിൽ ആൾക്കാർക്കത് മനസ്സിലാവില്ല. ആൾക്കാർ വിചാരിക്കും എന്താ ഞാനൊന്നും മിണ്ടാതിരിക്കുന്നതെന്ന്. അപ്പം അവർ വീഡിയോ ഡിലീറ്റ് ചെയ്തു എന്ന് എനിക്കറിയാം. എനിക്കറിയാത്തത് കൊണ്ടൊന്നുമല്ല ഞാൻ ചെയ്യാത്തത്. അപ്പം ആ ഒരു സംഭവം നടന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് ശേഷം അവരെന്നെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവർക്ക് തെറ്റ് പറ്റി, ഞങ്ങൾ മാപ്പ് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, മാപ്പ് ചോദിക്കേണ്ട എന്നോടല്ല, ഡിസേബിൾഡ് കമ്മ്യൂണിറ്റിയോടാണ്. പിന്നെ നിങ്ങളൊരു വീഡിയോ ചെയ്യൂ, നിങ്ങളുടെ ഓഡിയൻസാണ് ഇത് സെലിബ്രേറ്റ് ചെയ്തത്. അപ്പം ആ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് നിങ്ങൾക്ക് തെറ്റ് പറ്റി എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്യൂ എന്ന് ഞാൻ അവർക്ക് സജസ്റ്റ് ചെയ്തു. അപ്പോൾ അവർ ഞങ്ങളൊരു കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഈ പോസ്റ്റിനിടയിൽ നിങ്ങളൊന്ന് നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ കമൻറ്റ് നോക്കിയപ്പോൾ അവർ മാപ്പ് ചോദിക്കുക, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു, ഞങ്ങൾ ഉദ്ദേശിച്ചത് അതായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റ് ചെയ്തു. തമാശയാണ്, ഞങ്ങളെ മുന്നേയുള്ള കണ്ടൻറ്റ് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ മുന്നേ കണ്ടൻറ്റ് കണ്ടിട്ടില്ല, എനിക്ക് മുൻപരിചയമില്ല, അതുകൊണ്ട് എനിക്കറിയില്ല. പിന്നെ ഇത് തമാശയാണെന്ന് പറഞ്ഞതിലെ പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത്. അത് അവർക്കും മനസ്സിലായിട്ടില്ല എന്നതാണല്ലോ കമൻറ്റിൻ്റെ ഒരു ചുരുക്കം. അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പിന്നെയും തമാശയാണെന്ന് വന്ന് പറയില്ലല്ലോ. അത്രയും പറഞ്ഞു. പിന്നെ സെക്കൻഡ് ഡേ ആണെന്ന് തോന്നുന്നു, ഫസ്റ്റ് ഡേ അല്ല, പിന്നെ ഒരു രാത്രി പോസ്റ്റ് ചെയ്ത് പിന്നെ ഒരു പകൽ കഴിഞ്ഞു. പിറ്റേന്ന് ഈവനിങ് അവരെന്നെ കോണ്ടാക്ട് ചെയ്തു. പിറ്റേന്ന് ഈവനിങ് ആണോ എപ്പോഴും എന്നെ കോണ്ടാക്ട് ചെയ്തു. എന്നോട് പറഞ്ഞു, നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണം, ഞങ്ങൾക്ക് തെറ്റ് പറ്റിയെന്ന് ചോദിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നോക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞു, ഇത് കുറേ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്, ഞാൻ അവരോടുകൂടി ഒന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരോട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത്, ആ വീഡിയോ ഡിലീറ്റ് ചെയ്യരുത്. കാരണം ഇനി ഇങ്ങനൊരു കണ്ടൻറ്റ് ചെയ്യുമ്പം ആളുകൾക്ക് അറിയണം അത് തെറ്റാണ് എന്ന് ആളുകൾക്ക് മനസ്സിലാവണം. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്, അവർക്കൊരു പാഠമായിട്ടോ അല്ലെങ്കിൽ അവർക്കൊരു മെസ്സേജ് ആയിട്ടോ ആ വീഡിയോ അവിടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനത് ഇവരുടെ അടുത്ത് പറഞ്ഞു. ഇനിയിപ്പോൾ അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. പിന്നെ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ റെയ്സ്കാൻ്റെ അടുത്തൂടെ ഒന്ന് സംസാരിച്ച് നോക്ക്. കാരണം റെയ്സ്ക ഡിസേബിൾഡ് ആണ്, റെയ്സ്ക ഈ ഒരു സബ്ജക്റ്റിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായി.
അപ്പോൾ റെയ്സ്കനോടൊന്ന് സംസാരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ റെയ്സ്കയുടെ നമ്പർ അവർക്ക് ഷെയർ ചെയ്തു. അപ്പം പിന്നെ കുറേ സമയം കഴിഞ്ഞു. പിന്നെ അവരുടെ അനക്കമൊന്നുമില്ല. ഞാൻ റെയ്സ്കനോട് ചോദിച്ചു അവർ വിളിച്ചിരുന്നോ, കാരണം എനിക്ക് ഇത് ഡിലീറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. ചെയ്യാമെന്നുള്ളൊരു മൈൻഡിൽ, റെയ്സ്ക പറയുന്നതനുസരിച്ച് ചെയ്യാമെന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ റെയ്സ്ക പറഞ്ഞവർ എന്നെ കോൺടാക്ട് ചെയ്തില്ല. പിന്നെ എൻ്റെ അടുത്ത് ഒരു സുഹൃത്ത് വന്ന് ഒരു മെസ്സേജ് അയച്ചു, നീ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യരുത്, കാരണം അവർക്ക് തെറ്റ് മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് ഞാൻ വീണ്ടും രണ്ടാമത് വീഡിയോ ചെയ്ത കാര്യം ഞാൻ അറിയുന്നത്. ഈ രണ്ടാമത്തെ വീഡിയോയിൽ ഇവർ പറയുന്നത് അവർ വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് തെറ്റ് പറ്റിയില്ല, അവർ ക്ഷമ ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തേക്കുന്നത്. പിന്നെ മാപ്പ് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അവർ ഒരു കാര്യം പറഞ്ഞു, ഞാൻ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് അത് ചെയ്തത് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചത്. രണ്ടാമത്തെ വീഡിയോയിൽ നമ്മൾ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയല്ല ചെയ്തതെങ്കിൽ ഞാൻ പഴയ വീഡിയോ ഡിലീറ്റ് ചെയ്യട്ടെ. ആരോ ചോദിച്ചു എന്നാൽ ഇവർക്ക് എനിക്ക് അവരോട് പേഴ്സണലി പോയി പറഞ്ഞാൽ പോരായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതിന് റിപ്ലൈ കൊടുത്ത കമൻറ്റാണ്, അങ്ങനെയാണെങ്കിൽ റീച്ച് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇവർ കമൻ്റായിട്ട് പിന്നൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ റീച്ച് ഉണ്ടാക്കാനാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ. അപ്പം റെയ്സ്ക രണ്ടാമതും റിയാക്ട് ചെയ്ത് വീഡിയോ ചെയ്തു. ഞാൻ ഈ വീഡിയോ കണ്ടു. റെയ്സ്ക വീഡിയോ ചെയ്തതും ഇവർ വീഡിയോ ചെയ്തതൊക്കെ കുറച്ച് സമയം കഴിഞ്ഞാണ് ഞാൻ കാണുന്നത്. അപ്പം അതിൽ റെയ്സ്ക പറയുന്നുണ്ടായി, റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞത് വലിയൊരു ആരോപണമാണ്. നമ്മളുടെ അവസ്ഥ സംസാരിക്കുമ്പം അതിനെ റീച്ചുമായിട്ട് കൂട്ടിക്കലർത്താനേ പറ്റില്ല അല്ലേ. അപ്പം അങ്ങനെ ഇവർ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാതിരുന്നത്. എനിക്ക് അതുവരെ ആ ഒരു സബ്ജക്റ്റ് പേഴ്സണൽ ആയിരുന്നില്ല, എനിക്കത് ഞങ്ങളുടെ കമ്മ്യൂണിറ്റീനെ ബാധിക്കുന്ന വിഷയമായിരുന്നു. പക്ഷേ ഇവർ രണ്ടാമത് ചെയ്ത വീഡിയോയിൽ ഞാൻ റീച്ച് ഉണ്ടാക്കാൻ എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചുകൊണ്ടാണ് എനിക്കത് പേഴ്സണലായത്. പേഴ്സണലായിട്ട് എന്നോട് ഇങ്ങോട്ട് ഇതാക്കാൻ നിന്നാൽ ഞാൻ അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. ഞാൻ അത്ര വലിയ മഹാമനസ്കിയൊന്നുമല്ല. എന്നോട് ഇങ്ങോട്ട് കളിക്കാൻ വന്നാൽ തിരിച്ചും എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വാശിയുടെ പുറത്ത് തന്നെയാണ് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാതിരുന്നത്. പക്ഷെ അതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. എൻ്റെ പേഴ്സണൽ സാധനം മാറ്റി വെച്ച് നോക്കുമ്പോൾ ഇത് ഇപ്പോഴും ഒരുപാട് ആൾക്കാർ കണ്ടൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരുടെ അടുത്തും പേഴ്സണലി പോയിട്ട് നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന എനിക്ക് പറയാൻ പറ്റില്ല, എല്ലാ വീഡിയോയും എടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ എനിക്ക് പറ്റില്ല. എനിക്ക് എൻ്റെ ലൈഫ് അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഡിസേബിൾഡ് ആൾക്കാർക്ക് ഞങ്ങളുടേതായിട്ടുള്ള തിരക്കുകളുണ്ട്. അപ്പം എല്ലാവരുടെ അടുത്തും ഇങ്ങനെ പറയാനുള്ള ഒരു സൗകര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ ഡിലീറ്റ് ചെയ്യാതിരുന്നത്. പിന്നെ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സാധനം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതുപോലുള്ള കണ്ടൻറ്റുകൾ പല ആൾക്കാർ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് ഞാൻ ഇവരെ മാത്രം ഞാൻ ആദ്യം കണ്ടത്, അല്ലെങ്കിൽ എനിക്കൊരു ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾ എനിക്ക് വിഷമം വന്നു എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചത് ആദ്യമായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ തന്നെ എടുത്തത്. അല്ലാതെ ഞാൻ വേറെ ഏതെങ്കിലും വീഡിയോ ഒക്കെ ആയിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പം എനിക്ക് അത്രയേ ഉള്ളൂ, എനിക്കൊരു സബ്ജക്റ്റ് ആളുകളിലേക്ക് എത്തിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. വേറൊരു വീഡിയോ കണ്ടിട്ടുണ്ടായി, ഒരു കുറച്ച് ഡിസേബിൾഡ് ആൾക്കാരെ കളിക്ക്. ഞാൻ ആ വീഡിയോ ഇതിൻ്റെ താഴെ കൊടുക്കാം കേട്ടോ. ഞാനിതൊന്നും ചെയ്യേണ്ടെന്ന് ഓർത്തായിരുന്നു, പക്ഷെ ചെയ്യിപ്പിക്കുന്നതാണ് ആൾക്കാർ, അപ്പോൾ അതുകൂടെ കൊടുക്കാം. അപ്പോൾ ഇതിന് റിയാക്ട് ചെയ്ത് ചിരിക്കുന്ന വീഡിയോൻ്റെ താഴെ വന്നൊരു കമൻറ്റ്, എനിക്ക് ഇതുവരെ ഡിസേബിൾഡ് ആൾക്കാരെ കാണുമ്പം സഹതാപമായിരുന്നു തോന്നിയത്, പക്ഷെ ഇത് കണ്ടിട്ട് ഞാൻ ചിരിച്ചു പോയിന്ന്. നിങ്ങളുടെ സഹതാപം ഞങ്ങൾക്ക് വേണ്ട, നിങ്ങൾ ചിരിക്കും വേണ്ട, ഞങ്ങൾ ഒരു ഹ്യൂമണായിട്ട് കൺസിഡർ ചെയ്യൂ എന്ന് മാത്രമാണ് ഞങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതൊരു ക്രൈമാണ്. റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി RPWD ആക്ട് 92A ആണെന്ന് തോന്നുന്നു. ആ ഒരു സെക്ഷനിൽ പറയുന്നുണ്ട്, അട്രോസിറ്റീസ് നമുക്കെതിരെ വരുന്ന ക്രൈംസിനെ പണിഷബിൾ ആണ് എന്ന് പറയുന്നുണ്ട്. അതായത് 6 മാസം മുതൽ 5 വർഷം വരെ തടവ് കിട്ടാവുന്ന ശിക്ഷയാണ് നിങ്ങൾ ഈ തമാശ എന്ന് പറഞ്ഞ് സൊസൈറ്റിയിലേക്ക് പഠിച്ചു വിടുന്നത്. ബോഡി ഷേമിങ് തമാശയല്ല, അതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഒരു കൂട്ടം ആൾക്കാരെ സൊസൈറ്റിയുടെ മുന്നിലേക്ക് ചിരിക്കാനിട്ട് കൊടുക്കുന്നത് തമാശയല്ല. അതിനെ തമാശയായിട്ട് നമുക്ക് കാണാനും പറ്റില്ല. അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ പ്രിവിലേജ് മാത്രമാണ്. നിങ്ങൾക്കത് തമാശയായിട്ട് ചിരിച്ച് കളയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലെസ്ഡ് ആണ്, നിങ്ങൾ പ്രിവിലേജ്ഡ് ആണ്. ആ പ്രിവിലേജാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ആ പ്രിവിലേജ് എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാവുന്നൊരു പ്രിവിലേജുമാണ് കേട്ടോ. അഹങ്കരിക്കാൻ ഒന്നുമില്ല അതിൽ. അപ്പം അതിനെ തമാശയായിട്ട് കാണുമെന്ന് കുറേ കമൻറ്റ്സ് വരുന്നുണ്ട്. അപ്പം അവരോടും എനിക്ക് ഇതാണ് പറയാനുള്ളത്, എല്ലാ തമാശകളും തമാശയല്ല. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ അതിന് നമുക്ക് തമാശയായിട്ട് കാണാൻ പറ്റില്ല. എൻ്റെ തമാശ കൊണ്ട് ഒരാൾ ചിരിക്കുകയും മറ്റൊരാൾ വേദനിക്കുകയും ചെയ്തു എങ്കിൽ അതെങ്ങനെ തമാശയാവും? എല്ലാ ആളുകളെയും
കൺസിഡർ ചെയ്തിട്ട് നമുക്ക് തമാശ പറയാൻ പറ്റുള്ളൂ. ബോഡി ഷേമിങ് തന്നെയാണ്. അതിനെ നമ്മൾ എന്തൊക്കെ ഓമനപ്പേരിട്ട് വിളിച്ചാലും. പിന്നെ പല ഡിസേബിൾഡ് ആൾക്കാരും അതിന് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് അവർക്ക് വിഷമം വന്നായിരുന്നു ഈ വീഡിയോ കണ്ടിട്ടെന്ന്. പിന്നെ പല നോൺ ഡിസേബിൾഡ് ആൾക്കാരും പറഞ്ഞു ഞങ്ങൾക്കിത് കണ്ടപ്പോൾ വിഷമം തോന്നിയെന്ന്. അപ്പോൾ എനിക്കത് മതി. ഞാൻ ഒരു കൂട്ടം ആൾക്കാരെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. കുറച്ച് മനുഷ്യർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായാൽ മാത്രം മതി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാ തമാശകളും എങ്ങനെയാണ് തമാശകളാവുന്നത്? ഒരു മനുഷ്യനെ വ്യക്തിഹത്യ ചെയ്താലോ, ഒരു മനുഷ്യനെ ഷെയിം ചെയ്താലോ, ഒരു മനുഷ്യനെ ഒരു ചിരിക്കാനുള്ള ടൂളാക്കി സമൂഹത്തിലേക്ക് ഇട്ട് കൊടുത്താലോ അത് തമാശയല്ല. അങ്ങനെ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ആ സിറ്റുവേഷനിൽ വരുമ്പോഴോ, നമുക്ക് പ്രിയപ്പെട്ടവർ ആ സിറ്റുവേഷനിൽ വരുമ്പോഴേ നമുക്കത് മനസ്സിലാവും. പോസിറ്റീവായിട്ട് എടുക്കും. ഞാൻ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തിയാണ് ഗൈസ്. ഞാൻ തമാശകളൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഒരു നെഗറ്റീവ് സാധനം നമ്മൾക്ക് എന്നെ ഒരാൾ അടിച്ചിട്ട് നിങ്ങൾ ഇത് പോസിറ്റീവായിട്ട് എടുത്താൽ മതി, നിങ്ങൾ നന്നാവാനെന്ന് പറഞ്ഞാൽ അതങ്ങനെ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നില്ല. എല്ലാം പോസിറ്റീവ് ഒന്നല്ല, നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് തന്നെയാണ്. അത് പിന്നെ നമ്മളുടെ മെൻ്റൽ സ്ട്രെങ്ത് വെച്ചിട്ട് നമുക്ക് ചില ആൾക്കാർക്ക് ചിലപ്പം ഇത് ബാധിക്കണ്ടാവില്ല. പക്ഷെ ഇത് ബാധിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ ഇത് എല്ലാം ഒരു ഇൻസ്പിറേഷൻ സാധനമോ പോസിറ്റീവ് സാധനമോ ആക്കിയിട്ട് കാണാൻ പറ്റില്ല. അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇത്രയൊക്കെയാണ് പറയാനുണ്ടായിരുന്നത്. പിന്നെ സിനിമയിൽ വരുന്നില്ലേ കുഞ്ഞിക്കൂനനൊക്കെ എക്സാം. കുഞ്ഞിക്കൂനൻ പ്രശ്നമുള്ള പടമാണ്, അതെനിക്കറിയാം. കുഞ്ഞിക്കൂനനിലെ ബോഡി ഷേമിങ് ഉണ്ട്. അത് അന്നത്തെ കാലത്ത് ഇറങ്ങിയതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കാതിരുന്നത്. ഞാനന്ന് കുഞ്ഞാണ്, എനിക്ക് ഈ സാധനങ്ങളൊന്നും മനസ്സിലാവേണ്ട പ്രായമായിട്ടില്ല. പിന്നെ സിനിമയ്ക്കെതിരെ അല്ലെങ്കിൽ കടുവ ഇറങ്ങിയ സമയത്ത് നിങ്ങൾക്കറിയാമല്ലോ ഞാൻ സംസാരിച്ചത് പ്രശ്നമായതും അവർക്ക് ആ ഡയലോഗ് ഞാൻ മാത്രമല്ല ഒരുപാട് ഡിസേബിൾഡ് ആൾക്കാരും എല്ലാത്തവരും സംസാരിച്ച് ആ ഒരു ഡയലോഗ് അവർക്ക് മ്യൂട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ടല്ലേ സിനിമയിൽ നിന്ന്. അപ്പം ആളുകൾ റിയാക്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇപ്പം നമുക്ക് ചുറ്റുമുണ്ട്. അത് മനസ്സിലാക്കുക. പണ്ടായിരുന്നു മിണ്ടാതിരിക്കുന്നതും എന്ത് കണ്ടാലും സഹിക്കുന്നതും ഒക്കെ. പിന്നെ എല്ലാവരെയും ശരിയാക്കി എടുക്കാം എന്നുള്ള സാധനമൊന്നുമില്ല. കുറച്ച് ആൾക്കാർ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ സന്തോഷം, സമാധാനം, തൃപ്തി, അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൽ ഇനിയും ഇൻഫ്ലുവൻസേഴ്സിനെ വലിച്ചയക്കേണ്ടതില്ല കേട്ടോ. ഞാൻ ഒരിക്കലും രണ്ട് മനുഷ്യരെ ടാർഗറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതേ അല്ല. ഞാൻ ഒരിക്കലും വ്യക്തിഹത്യം ചെയ്തിട്ടില്ല. ആ കണ്ടൻറ്റ് മാത്രമാണ് ഞാൻ സംസാരിച്ചത്. അപ്പം ഇനിയും അവരിതിലോട്ട് വലിച്ചയക്കാനോ അല്ലെങ്കിൽ അവരൊരു മോശം മനുഷ്യരാണെന്ന് സ്ഥാപിക്കാനോ നിങ്ങളാരും ശ്രമിക്കേണ്ടതില്ല. എനിക്ക് അങ്ങനെയുള്ള ഒരു ഉദ്ദേശമില്ല. അവർ മോശമാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞില്ല. അവരുടെ കണ്ടൻറ്റ് മോശമാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള യാതൊരു ദുരുദ്ദേശവും എൻ്റെ മനസ്സിലില്ല എന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് മനസ്സ് തട്ടി പറയാൻ പറ്റും. എനിക്ക് അങ്ങനെയുള്ള സാധനമേ ഇല്ല. എനിക്ക് അവരോട് ഗ്രഡ്ജോ വെറുപ്പോ ഒന്നുമില്ല. പേഴ്സണലി പറഞ്ഞപ്പം എനിക്കത് പേഴ്സണലി കൊണ്ടു, അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തില്ല എന്ന് മാത്രം. അതല്ലാതെ അവരുടെ അടുത്ത് ഒരു വെറുപ്പോ ഇഷ്ടക്കുറവോ ഒന്നുമില്ല, ദേഷ്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. അപ്പം നിങ്ങളും അത് ഇനിയും അവരെയോ അല്ലെങ്കിൽ ആരെയും വ്യക്തിഹത്യ ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ നിൽക്കണ്ട. അവർക്ക് തെറ്റ് പറ്റിയതാവും, തെറ്റ് മനസ്സിലാക്കിയിട്ടാണോ അത് ഡിലീറ്റ് ചെയ്തതെന്ന് എനിക്കറിയില്ല. അത് അവർക്ക് മാത്രം അറിയുന്ന കാര്യമാണ്. പിന്നെ ഒരുപാട് കമൻറ്റ്സ് ഇപ്പോഴും വരുന്നത് കൊണ്ടും ഇൻസ്റ്റഗ്രാമിലൊക്കെ വരുന്നുണ്ട്. എനിക്ക് ഇത്രയും സമയം വേണം ഇത് മൊത്തമായിട്ടൊന്ന് പറയാൻ. അതുകൊണ്ട് റീലായിട്ടെടുക്കാൻ എനിക്ക് പറ്റില്ല. ഇത്രയും സമയം വേണം ഇത് മൊത്തമായിട്ട് നിങ്ങളോട് ഇത് പറഞ്ഞു തീർക്കണമെങ്കിൽ. അപ്പം അത്രയേ ഉള്ളൂ. ആരെയും വേദനിപ്പിക്കാതിരിക്കുക. അങ്ങനെ എൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ ഒരാളെ ഇങ്ങനെ ചെയ്തിട്ട് വീഡിയോ ഇട്ടിട്ട് റീച്ച് ഉണ്ടാക്കി അതിന് ഫുഡ് കഴിക്കേണ്ട ഒരവസ്ഥ എനിക്ക് വന്നിട്ടില്ല. അങ്ങനത്തെ പൈസയും വേണ്ട. അപ്പം നമ്മളുടെ റീച്ചിന് വേണ്ടിയിട്ട് മറ്റ് മൈനോറിറ്റി ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയെ ഈ മെജോറിറ്റി ആയിട്ടുള്ള എല്ലാം കണ്ടാൽ ചിരിക്കുന്ന ആളുകൾക്കിടയിലേക്ക് ഇട്ട് കൊടുക്കാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഞാൻ അവരെ വേദനിപ്പിച്ചില്ലേ എന്ന് ചില ആൾക്കാരൊക്കെ, ഞാൻ ആരെയും വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ 2 ആൾക്കാരെ ഞാൻ വേദനിപ്പിച്ചിട്ടില്ലേ. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവർ തന്നെ ചോദിച്ചു വാങ്ങിയതാണ്. ഞാൻ അങ്ങോട്ട് പോയിട്ട് ആദ്യം ചെയ്തതല്ലല്ലോ. അവർ തന്നെ
ഇതാക്കിയതല്ലേ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അവർ വേദനിപ്പിച്ചെങ്കിൽ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് സോറി ചോദിക്കാൻ, ക്ഷമ ചോദിക്കാൻ പറ്റും. അതിലൊന്നും എനിക്ക് യാതൊരു മടിയുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ശരിക്കും ഐ എം റിയലി സോറി. അങ്ങനത്തെ ഉദ്ദേശം എനിക്കില്ലായിരുന്നു. അത്രേ ഉള്ളൂ. ഞാൻ ഭയങ്കര ടയേർഡായി. ഇതിപ്പോൾ 17 മിനിറ്റോളമുണ്ട്. അപ്പം ഞാൻ ക്ഷീണിച്ചു, നിങ്ങളടുത്ത് പറഞ്ഞ് സംസാരിച്ച് ക്ഷീണിച്ചു. അപ്പം ഞാനിതിന് പറയാതിരുന്നാൽ പിന്നെയും ആൾക്കാർ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കും, സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കും. അതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. നോമ്പാണ് വരുന്നത്. എല്ലാവരും മെൻ്റലിയും ഒക്കെ ഫിസിക്കലിയും എല്ലാം പ്രിപ്പയർഡായിട്ട് ആ ഒരു നല്ല സമയത്തെ വെൽക്കം ചെയ്യാം. പിന്നെ നമ്മൾ നോമ്പിന് ഇവിടെ ഉണ്ടാവില്ല. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് വരും വീഡിയോസിൽ അറിയിക്കാം കേട്ടോ. അപ്പം എല്ലാവരും നമ്മളുടെ കൂടെ നിൽക്കുക, എല്ലാവരുടെയും കൂടെ നിൽക്കുക. അത്രയേ ഉള്ളൂ. ടാറ്റ.